സാധാരണഗതിയിൽ ഭരണം ആർക്കനുകൂലമായിട്ട് കേരളത്തിൽ മാറുന്നുണ്ടോ അവർക്കനുകൂലമായിട്ടാണ് ഈ തലസ്ഥാന ജില്ലയും അതിനോട് ചേർന്ന് കിടക്കുന്ന കൊല്ലം ജില്ലയും നിൽക്കുക. ഇതിപ്പോൾ തെക്കൻ കേരളത്തിലെ ജില്ലകളാണ്. പക്ഷെ തെക്കൻ കേരളത്തിലെ മറ്റ് പല ജില്ലകളും ഇപ്പോൾ LDFിനെ കൈവിടുന്നതായിട്ടുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്കൻ കേരളത്തിലും മറ്റൊരു തരത്തിൽ അതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത്. പലരും പറഞ്ഞു തെരഞ്ഞെടുപ്പാകുമ്പോൾ അത് മാറും എന്നുള്ളതൊക്കെ. പക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലും അത് മാറിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രകടമാണ്. ഇപ്പോൾ പോളിംഗ് തന്നെ ഈ 7 ജില്ലകളിലായിട്ട് 3% കുറവാണ്. സ്ത്രീകളുടെ വോട്ട് വേണ്ടത്ര എത്തിയിട്ടില്ല. ഇത് ഭരണത്തോടുള്ള ഇടത് വലത് കക്ഷികളുടെ ഭരണത്തോടുള്ള ഒരു വെറുപ്പ് തന്നെ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്ത്രീജനങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോയതിൻ്റെയും കാരണം. തെക്കൻ കേരളത്തിൽ എങ്ങനെ വോട്ട് മാറി എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പറയാം. അത് തെക്കൻ കേരളത്തിലെ ഹൈന്ദവ വോട്ടുകളാണ് CPMന് നഷ്ടപ്പെട്ടത്. അത് ശബരിമല വിഷയം തന്നെയാണ് പ്രധാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അകത്ത് കിടക്കുന്നത് CPMനകത്തെ പ്രഗത്ഭ നേതാക്കന്മാർ തന്നെയാണ്. വാസുവും പത്മകുമാറും എന്ന് പറയുന്നത് CPMലെ ചെറിയവരല്ല, ഉന്നതന്മാർ തന്നെയാണ്. അത് അവിടെ നിന്നും അടുത്ത ഉന്നതരിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അത് അവിടെ തടയിട്ട് നിൽക്കുന്നത്. പത്മകുമാറും വാസുവും കൃത്യമായി വാതുറന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിപ്രഗത്ഭരായിട്ടുള്ള പാർട്ടിയുടെ നെടുന്തൂണുകളിലേക്ക് തന്നെ പോകുമെന്നുള്ളത് കൃത്യമാണ്. ഇത് കൃത്യമായി ജനങ്ങൾക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് ഹൈന്ദവർക്ക് അറിയാവുന്നതാണ്. ശബരിമല കേരളത്തിലെ ഹൈന്ദവരുടെ ഒരു ആത്മീയ ഔന്നത്യമാണ്. ആ ശബരിമലയെ തൊട്ട് കളിച്ചിട്ടുള്ള നാളുകളിലൊക്കെ തന്നെ CPMന് വലിയ തിരിച്ചടി കിട്ടിയിട്ടുമുണ്ട്. 2019 അത് കിട്ടി. 2019 കിട്ടിയതിന് പ്രായശ്ചിത്തമായിട്ടാണ് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തി പരിഹരിക്കാൻ പോയത്. അത് അതിലും വലിയ വിനയായി മാറുകയും ചെയ്തു. അതിലും ശക്തമായ തരത്തിലുള്ള തിരിച്ചടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ CPM നേരിടാൻ പോകുന്നത്. അത് അവർക്ക് പാർട്ടിക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയമൊക്കെ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? തെക്കൻ കേരളത്തിലെ മുസ്ലിം വോട്ടിനകത്ത് വടക്കൻ കേരളത്തിൽ മുസ്ലിം വോട്ടിനകത്തൊരു ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. തെക്കൻ കേരളത്തിൽ ഹൈന്ദവ വോട്ടുകൾ പോയാൽ എങ്ങോട്ടേക്ക് പോകുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനകത്തേക്ക് എന്ന് ചിലർ പറയും. പക്ഷെ ഇല്ല, കോൺഗ്രസിനകത്തേക്ക് ആ വോട്ടുകൾ പോയിട്ടില്ല. കോൺഗ്രസിനോട് പൊതുവെ ആഭിമുഖ്യം എന്ന് പറയുന്നത് ഈ ക്രൈസ്തവർക്കാണ്. പണ്ട് മന്നത്ത് പത്മനാഭൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ്. ക്രിസ്ത്യാനികളുടെ കോൺഗ്രസ് വേറെയുണ്ട്, കേരള കോൺഗ്രസ്, നമുക്കറിയാം. അത് കൃത്യമായും ക്രൈസ്തവരുടെ വോട്ട് തന്നെയാണ്. ജോസ് കെ മാണി ആയാലും ജോസഫ് ഗ്രൂപ്പ് ആയാലും എന്ത് തീർച്ചപ്പെടുത്തണമെന്നുള്ളത് പള്ളിയും പട്ടക്കാരും തീർച്ചപ്പെടുത്തണം. അതിനനുസരിച്ച് മാത്രമേ പോവുകയുള്ളൂ. ഏറെക്കാലമായിട്ട് ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പള്ളിക്കാരും ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ പള്ളിക്കാരുടെ തീരുമാനത്തിനനുസരിച്ച് തന്നെയായിരിക്കും ജോസ് കെ മാണിയും മനം മാറാൻ പോകുന്നത്. അപ്പോൾ തെക്കൻ കേരളത്തിൽ ഈ ഹൈന്ദവ വോട്ടുകളിൽ അതിശക്തമായ ചോർച്ചയുണ്ടായത് എങ്ങോട്ടേക്ക് പോയി എന്ന് ചോദിച്ചാൽ നല്ലൊരു പങ്കും BJPക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ചെറിയ ഒരു പങ്ക് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. അത് അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുള്ളപ്പോൾ കോൺഗ്രസ്സുകാർ തിരിച്ചധികാരത്തിൽ വരട്ടെ എന്നുള്ള രീതിയിൽ. കാരണം BJP അടുത്ത 2026 അധികാരത്തിൽ എത്തില്ല, ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നവർ കോൺഗ്രസ് വോട്ട് ചെയ്യും. വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ
അവിടെ മുസ്ലിം സമുദായത്തിലുള്ള വോട്ടാണ് ഇതിനകത്ത് പൂർണ്ണമായിട്ടും CPM-ൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഏറെക്കാലമായിട്ട് അതൃപ്തരാണ്. പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ ഇറക്കിക്കൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെയും മലപ്പുറത്തിനെതിരെയും വലിയ പ്രസ്താവനകൾ നടത്തി വലിയ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലെ 1-ാം നമ്പർ കാറിൽ ഒന്നിച്ച് എന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പലരും മനസ്സിലാക്കിയതാണ് വെള്ളാപ്പള്ളിയും പിണറായിയും തമ്മിലുള്ള ഒരു വലിയ ഒരു കൂട്ടുകെട്ടും അവരുടെ തീരുമാനം ഒറ്റ തീരുമാനമാണെന്നും അത് പ്രത്യേക തിരക്കഥയാണെന്നും അവർക്ക് പ്രത്യേക അജണ്ട ഉണ്ട് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് മുസ്ലിം സമുദായത്തിനെ ഏറെക്കാലമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈഴവ സമുദായത്തിന് വേണ്ടത്ര അർഹിക്കുന്ന പ്രാധാന്യം UDF-ൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഈ മുസ്ലിം സമുദായത്തിനെ ആഞ്ഞടിക്കുന്നത്. ഈഴവ സമുദായത്തിന് വേണ്ടത്ര പ്രാധാന്യം UDF-നകത്ത് കിട്ടിയിട്ടില്ല, നമുക്കറിയാവുന്നതാണ്. ഒരു അടൂർ പ്രകാശോ മറ്റോ ഉള്ളത് മാത്രമുണ്ട്. സുധാകരനെ മാറ്റി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്. അങ്ങനെ ഈഴവ പ്രാതിനിധ്യം കുറയുന്നത് വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് മുസ്ലിം ലീഗിന് അമിത പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ശരി തന്നെയാണ്. കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗിനെ ഇത്രത്തോളം വളർത്തിയതും വഷളാക്കിയതും. അതിൻ്റെ പ്രധാന ഉത്തരവാദി കോൺഗ്രസ് തന്നെയാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. പണ്ടുകാലം മുതൽ. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വന്ദേ മാതരം ചർച്ച ചെയ്തപ്പോൾ തന്നെ പ്രധാനമന്ത്രി സഭയിൽ പറഞ്ഞ കാര്യമാണ്. അതായത് മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നെഹ്റു ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഇതൊക്കെ കൊച്ചുമക്കൾക്കൊക്കെ തന്നെ അത് കുറച്ച് ഹാലിളകുന്നതായിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നരേന്ദ്രമോദിക്കെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. അപ്പോൾ എന്തായാലും അന്നേ തുടങ്ങിയ ആ പ്രീണനം ഇപ്പോൾ അതിര് കടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായി കേരളത്തിൽ കണ്ടത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5-ാം മന്ത്രി വന്നപ്പോഴാണ് മുസ്ലിം സമുദായത്തിന് അമിത പ്രീണനമാണെന്നും അത് ഘടകകക്ഷികൾ പോലും അതിനെ എതിർത്തിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ അവർക്ക് അധികാരത്തിൻ്റെ ഇടനാഴിയിൽ കൂടുതൽ അവകാശങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരമാണ് കിട്ടിയത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി അതികർക്കശമായിട്ട് തന്നെ മലപ്പുറത്തിനെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കുകയും ചെയ്തു. 2026-ലും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരിക്കാൻ പോകുന്നത് മുസ്ലിം സമുദായമാണെന്നും കൃത്യമായിട്ടറിയാം. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് ഈ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് മാറിപ്പോകുന്നു എന്ന് മനസ്സിലായത് കൊണ്ടാണ് ജമായത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ കുറിച്ച് മുഖ്യമന്ത്രി വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകെട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഈ ജമായത്തെ ഇസ്ലാമിയെ ഇവരെല്ലാവരും ഓരോരോ കാലങ്ങളിൽ വളർത്തിയവരാണ്. ജമായത്തെ ഇസ്ലാമി ആയാലും PDP ആയാലും SDPI ആയാലും വെൽഫെയർ പാർട്ടിയെയും ഒക്കെ ഇവര് തരാതരം പോലെ തഞ്ചത്തിൽ കൊണ്ടു നടന്നവരാണ്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടി എന്ന പൊയ്മുഖത്തിൽ നിൽക്കുന്ന അവരുടെ കുടക്കീഴിലാണ്. എന്തായാലും വടക്കൻ കേരളത്തിലും CPM-ന് കാലിടറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.